രാഷ്ട്രീയ വൃത്തത്തിൽ പറയാനുള്ള വിശേഷം എന്താണ്? ഇന്ന് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും പിന്നെ ചാനലുകളിലും ഉൾപ്പെടെ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഷാഫിയുടെ നമ്മുടെ വടകരയിലെ പെർഫോമൻസും അത് UDF കുറ്റ്യാടിയിലെ പുതുയുഗ യാത്രയുടെ പ്രശ്നങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് പിന്നെ UDF രാഷ്ട്രീയത്തിൽ മലബാറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു സംഭവമാണ്. അതായത് പാലക്കാടേക്ക് ഷാഫി എൻട്രി ചെയ്യുമ്പോൾ പാലക്കാട് DCCയിൽ എന്താണോ സംഭവിച്ചത്, ഷാഫി വേറൊരു വഴിക്കും DCC മറ്റൊരു വഴിക്കുമായി. ഇപ്പോഴാണ് ആ DCCക്കും പാലക്കാട്ടുകാർക്കും അവിടെ ഒരു കോൺഗ്രസിലൊരു പിടുത്തം കിട്ടിയത്. സെയിം സംഭവം ഇപ്പോൾ കോഴിക്കോടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ പ്രശ്നം ശരിക്കും ആദ്യം പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല എന്നതല്ല യഥാർത്ഥ പൊളിറ്റിക്സ്. അവിടെ ഇപ്പോൾ 13 സീറ്റിൽ 2 സീറ്റാണ് ഇപ്പോൾ UDFനുള്ളത്. ഇതാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ട്രെൻഡ് ആണെങ്കിൽ 1 2 ചിലപ്പോൾ 3 സീറ്റ് UDFന് ഇപ്പോൾ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ അവർ ചില മണ്ഡലങ്ങൾ വരുന്നുണ്ട്. അത് പിന്നെ വടകര മണ്ഡലത്തിലെ തന്നെയാണ്, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടിയൊക്കെയാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ആരുടെ ക്രെഡിറ്റാണ്? അത് ഷാഫിയുടെ ക്രെഡിറ്റാണ് എന്ന് ഇപ്പോൾ തന്നെ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഷാഫി നടത്തുന്നത്. MK രാഘവൻ അതൊരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. DCC അതിപ്പോഴേ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള മത്സരമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ഒരു തിരക്കും ഉണ്ടാവില്ല. പക്ഷേ ഷാഫി വരുമ്പോൾ ഒരു 10-15 പേര് ആദ്യം വരും. അതിൽ 5 പേര് വന്നിട്ട് ഷാഫിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു സെൽഫി എടുക്കും. മറ്റ് നേതാക്കളൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ 5 പേര് സെൽഫി എടുക്കുമ്പോൾ അപ്പോൾ എല്ലാം അറ്റൻഷൻ മൊത്തം ഷാഫിയിലേക്ക് കയറും. പിന്നെ ആരെങ്കിലും ഒരു പൂ കൊടുക്കാനൊക്കെ ഒരാളേക്ക് നിർത്തും എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയണം. അതായത് ഷാഫി DCCയും ഷാഫിയും MK രാഘവനും അങ്ങനെ 3 തരത്തിലായാണ് ഇപ്പോൾ കോഴിക്കോട്ടെ UDF. പക്ഷേ കോഴിക്കോട് മണ്ഡലത്തിന്റെ കോഴിക്കോട് ജില്ലയിൽ വരുമല്ലോ. വടകര എല്ലാം കോഴിക്കോട് ജില്ലയ്ക്കകത്ത് ജില്ലാ നേതാവാണ്. ശരിയാണ്. അതെ. അപ്പൊ ഇത് കിട്ടുകയാണെങ്കിൽ ആർക്കാണ് ക്രെഡിറ്റ്? അല്ലാണ്ട് ആദ്യം പ്രസംഗിക്കുക എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ആർക്കാണ് ക്രെഡിറ്റ് എന്നത് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴേ നടക്കുന്നതെന്നാണ്. അല്ല, പക്ഷേ ഉണ്ണി ഒരു സംശയം. ഇപ്പൊ ഈ കോഴിക്കോട് DCC എന്ന രീതിയിൽ അതിന്റെ വലിപ്പം പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ട്. ഇപ്പൊ ഷാഫി വന്നതിന് ശേഷമല്ലേ വടകര ജയിക്കാൻ പറ്റി, വലിയൊരു രീതിയിലുള്ള ഓളമുണ്ടാക്കി, മലബാറിൽ ഷാഫിക്ക് വലിയൊരു ജനപിന്തുണ കിട്ടി എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമല്ലേ? കഴിഞ്ഞോളം ചോദിച്ചല്ലോ. അല്ലാതെ 2 പതിറ്റാണ്ടായിട്ട് കോൺഗ്രസിന് ഒരു MLA തിരുവനന്തപുരത്തേക്ക് അയക്കാൻ പറ്റാത്ത ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് വലിയ ഓളം ഉണ്ടാക്കുന്നത് അതിൽ വേറെ വിയോജിപ്പുണ്ട്. ഞാൻ പറയാം, കോഴിക്കോട് നിന്ന് പിന്നെ 25 കൊല്ലമായി കോൺഗ്രസ് ജയിക്കുന്നില്ല എന്നത് സത്യം. പക്ഷേ കോഴിക്കോട് കോൺഗ്രസ് ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും KSUവിനും യൂത്ത് കോൺഗ്രസിനും സജീവമായി ആളുകൾ രംഗത്ത് വരുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. നിയമസഭയിലേക്ക് ജയിക്കുന്നില്ല എന്നതേ ഉള്ളൂ. ഷാഫി വന്നിട്ടല്ല വടകര സീറ്റ് കോൺഗ്രസ് ജയിച്ചത്. കുറ്റ്യാടി ജയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഷാഫി വന്നിട്ടല്ല. കുറ്റ്യാടി നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ജയിച്ചതാണ്. പിന്നെ ഏത് സീറ്റാണ് ഇപ്പോൾ ഷാഫി വന്നതിന് ശേഷം അവിടെ ജയിച്ചിട്ടുള്ളത്? അല്ല, ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൈപ്പത്തിക്കാരൻ നിയമസഭയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും ജയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ശരിയാണ്, ലോക്സഭയിലേക്ക് മുമ്പ് തന്നെ 2009 മുതൽ തന്നെ ജയിക്കുന്നുണ്ട്. വടകരയിൽ നിന്ന് കോഴിക്കോട് നിന്ന് ജയിക്കുന്നുണ്ട്. വടകര കോഴിക്കോട് മണ്ഡലങ്ങൾ കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലം. പക്ഷേ ഇത്തവണ നിയമസഭയിൽ വലിയ ഓളം ഉണ്ടാക്കാനാകും. 4-5 സീറ്റ് അവിടെ ജയിക്കാനാകും എന്നുള്ള നിലയിലുള്ള ഒരു മൊമെന്റം അവിടെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ VD സതീശന്റെ യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ കിട്ടുന്ന സ്വീകരണം അഭൂതപൂർവ്വമാണ്. വലിയ ആൾക്കൂട്ടമുണ്ട്. അതിൽ ഷാഫി എലമെന്റ് അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലത്തെ സ്റ്റേജിലെ ഒരു തിക്കും തിരക്കും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും സതീശൻ പറയുന്നത് അത് കോൺഗ്രസിന്റെ UDFന്റെ ഒരു ശൈലിയാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അവിടെ അതൊരു ബോധപൂർവ്വം ക്യാപ്സ്യൂളാണ്. വളരെ രസമായിട്ട് സ്നേഹത്തള്ളൽ. അല്ല, പക്ഷെ ആ സ്നേഹത്തള്ളലിന്റെ ഇടയ്ക്ക് ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഈ ഷാഫിക്ക് വേണ്ട അവസരം കൊടുത്തില്ല എന്നുള്ളതായിരുന്നല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഷാഫിക്ക് തന്നെ തോന്നിയ ഒരു പ്രശ്നം. അതിന് തൊട്ട് മുൻപ് KC അബു വളരെ വിദഗ്ധമായിട്ട് ഷാഫി പിടിച്ച് തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. KC അബു പലപ്പോഴും ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു MK രാഘവൻ അവിടെ മത്സരിക്കാൻ വന്നപ്പോഴോ ആ ഒരു ഘട്ടത്തിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ആളുകളോട് കൂവിക്കോ എന്നുള്ള രീതിയിൽ കൈ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ തമാശ പരിപാടികളിൽ നിരന്തരം എടുത്ത് കാണിച്ചു. KC അബു ഇതിലൊക്കെ മിടുക്കനാ. ശരിക്കും കോൺഗ്രസ്സുകാരൻ്റെ എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി കാണാനുള്ള KC അബുവിന് പറ്റും. ഉമ്മൻചാണ്ടി ഉണ്ടാവുന്ന കാലത്ത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ പരിപാടി കോഴിക്കോട് ജില്ലയിലുണ്ടെങ്കിൽ KC അബു ഒരു അന്ന് DCCയുടെ വണ്ടി ഉണ്ടല്ലോ, DCCയുടെ വണ്ടിയിൽ ഡ്രൈവറോട് അന്ന് വരണ്ടെന്ന് പറയും KC അബു. എന്താ താക്കോലും എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് അബു തന്നെ വരും. കാരണം അന്നല്ലേ ഉമ്മൻചാണ്ടിയുടെ വണ്ടിയിൽ അബുവിന് കയറാൻ പറ്റും. അബു DCC പ്രസിഡന്റാണ്. താക്കോലും എടുത്തിട്ട്
അത് അബു പുറത്ത് വെക്കും. അങ്ങനെ എല്ലാവരും കയറി കഴിയും. ഉമ്മൻചാണ്ടി കയറി വണ്ടി എടുത്തിട്ട് അബു പോകും. കാരണം അബുവിൻ്റെ സീറ്റ് ഉറപ്പിക്കുകയാണ്. നിലമ്പൂർ പിന്നെ ഇവർ വന്നു, പ്രിയങ്ക ഗാന്ധിയും ആളുകളൊക്കെ പിന്നെ രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കുന്ന സമയത്ത് വന്നു. അന്ന് പ്രിയങ്കാന്തിയുടെ മകനുണ്ടല്ലോ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് 10 കൊല്ലം മുമ്പ് വരുമ്പോൾ അന്ന് സ്റ്റേജിൽ പോയിട്ട് പിന്നെ എല്ലാവരും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൂടെ നിൽക്കുമ്പോൾ നേരെ അബുക്ക പോയി മോനെ കണ്ടു ഷെയ്ക്കാനും കൊടുത്ത് ഓനൊരു മാലയും ഇട്ട് പടം എടുത്തിട്ട് വന്നു. ഭാവിയിൽ അത് അബുക്ക ഇതൊക്കെ മുൻകൂട്ടി കാണും.